ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഓപ്പൺ ബോക്സ് ആണ് കേട്ടോ. ഇതിൽ ചെടികളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതെന്താണെന്നറിയോ? ഉപ്പ് പരലുകൾ കലക്കി വെച്ചിരുന്ന് ലായനിയാക്കിയിരുന്ന പാത്രമായിരുന്നു അത്രേ. അങ്ങനെ ഉപ്പ് പെട്ടിയോടെ അൺബോക്സിംഗ് അവസാനിച്ചു. ജീവനില്ലാത്ത പ്ലാസ്റ്റിക് പെട്ടികളും കാർഡ്ബോർഡ് പെട്ടികളും മാത്രം പൊട്ടിച്ച് ശീലിച്ച നമ്മുടെ ഉണ്ണികളോട് ഒരു കഥ പറയുന്നത് പോലെ ഒരു അൺബോക്സിംഗ്. പല വിധത്തിലുള്ള അൺബോക്സിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക സുഖം തന്നെയായിരുന്നു കേട്ടോ. എത്ര ചാതുര്യത്തോടെയാണ്, എത്ര കലാബോധത്തോടെയാണ് നമ്മുടെ പൂർവികരുടെ സൃഷ്ടികളെന്ന് ആലോചിക്കുമ്പോൾ എവിടേക്കോ ഒരു നഷ്ടബോധം, എവിടേക്കോ ഒരു മിസ്സിങ് ഫീലിംഗ് അറിയാതെ ഉള്ളി വരുന്നു. അതിൽ നമ്മൾ കാണുന്ന അറ കൂടാതെ ഒരു സീക്രട്ട് അറ കൂടിയുണ്ട് കേട്ടോ. ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ അറകൾ തുറക്കുക, സീക്രട്ട് അറ കണ്ടെത്തുക, ഇതൊക്കെ രസമുള്ള കാര്യമായിരുന്നു. വേനൽ കുരുന്നിന്റെ തൂവലായി തൂവാലകൾ തുന്നിയും